ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇത് GST ഇൻട്രൊഡക്ഷൻ്റെ ലാസ്റ്റ് ഫൈനൽ പാർട്ടാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക് ഡെഫിനിഷൻസ് ഓഫ് GST. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഏജൻറ്റ്. എന്താണ് ഏജൻറ്റ്? ഏജൻറ്റ് മീൻസ് എ പേഴ്സൺ. ഏജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സൺ ആണ്, ഇൻക്ലൂഡിങ് എ ഫാക്ടർ അല്ലെങ്കിൽ ഒരു ബ്രോക്കർ, കമ്മീഷൻ ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റ്. ലൈക്ക് ബൈ വാട്ട് എവർ നെയിം കോൾഡ്, നമുക്ക് അയാൾ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഹു ക്യാരീസ് ഓൺ ദി ബിസിനസ് ഓഫ് സപ്ലൈ ഓർ റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഓൺ ബിഹാഫ് ഓഫ് അനദർ. അതായത് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടിൻ്റെയും സപ്ലൈ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏജൻറ്റ് എന്ന് പറയുന്നത്. ഏജൻറ്റ് മീൻസ് എ പേഴ്സൺ ഇൻക്ലൂഡിങ് എ ഫാക്ടർ, ബ്രോക്കർ, കമ്മീഷൻ ഏജൻറ്റ്, മെർക്കൻറ്റൈൽ ഏജൻറ്റ് ബൈ വാട്ട് എവർ നെയിം കോൾഡ്, ഹു ക്യാരീസ് ഓൺ ദി ബിസിനസ് ഓഫ് സപ്ലൈ ഓർ റിസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഓൺ ബിഹാഫ് ഓഫ് അനദർ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണെന്നുള്ളത്. Aggregate turnover means the aggregate value of all taxable supplies, exempt supplies, export of goods or services or both, and interstate supplies of persons having the same permanent account number to be computed on all India basis but excludes central tax, state tax, union territory tax, integrated tax and cess. അതായത് ഒരു വ്യക്തി, അതായത് ഒരാൾ എല്ലാ തരത്തിലുള്ള ടാക്സബിൾ സപ്ലൈയും നടത്തുന്നുണ്ട്. അതായത് എക്സംപ്റ്റ് സപ്ലൈയും നടത്തുന്നുണ്ട്, ടാക്സബിൾ സപ്ലൈയും നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ, അതായത് ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പാൻ കാർഡ് വെച്ചിട്ടായിരിക്കും ചെയ്യുക, അയാളുടെ പാൻ നമ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ സപ്ലൈ മുഴുവനും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? അഗ്രിഗേറ്റ് ടേൺ ഓവർ, മൊത്തത്തിലുള്ള. അപ്പോൾ ഇതിൽ എന്ത് എക്സ്ക്ലൂഡഡ് ആണ്? സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും യൂണിയൻ ടെറിട്ടറി ടാക്സും ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് ആൻഡ് സെസ് ഒക്കെ എക്സ്ക്ലൂഡഡ് ആണ്. ബാക്കി പറഞ്ഞിട്ടുള്ള ടാക്സബിൾ സപ്ലൈസ്, എക്സെപ്റ്റ് സപ്ലൈസ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് സർവീസ്, ബോത്ത് ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ബാക്കി പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും യൂണിയൻ ടെറിട്ടറി ടാക്സും ആണ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത്. അതായത് എല്ലാ തരത്തിലുള്ള സപ്ലൈ നടത്തുമ്പോൾ ഇയാളുടെ അക്കൗണ്ട് പാൻ നമ്പറാണ് എന്ത് ചെയ്യുന്നത്? പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അഗ്രിഗേറ്റ് ടേൺ ഓവർ മീൻസ് ദി അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്. Okay, exempt supplies, export of goods or services or both, and interstate supplies of persons having the same permanent account number to be computed on all India basis but excludes central taxes, state tax, union territory tax, integrated tax and cess. Okay, അതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. പിന്നെ അഗ്രികൾച്ചറലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൃഷി ചെയ്യുന്ന അഗ്രികൾച്ചർ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ, അതാണ് അഗ്രികൾച്ചറലിസ്റ്റ്. അത് തന്നെയാണത്. അഗ്രികൾച്ചറലിസ്റ്റ് മീൻ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹൂ അണ്ടർടേക്സ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ബൈ ഓൺ ലേബർ, ബൈ ദി ലേബർ ഓഫ് ഫാമിലി, ബൈ സെർവൻറ്റ് ഓൺ വേജസ് പേബിൾ ഇൻ ക്യാഷ് ഓർ കൈൻഡ്. അതായത് ഭൂമിയിൽ കൃഷി ചെയ്യുക, പണിയെടുക്കുക. ഒന്നുക്ക് അയാൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഒരാളെ ജോലിക്ക് വെക്കുകയാണ്, ബൈ സെർവൻറ്റ് ഓൺ വേജസ്. മേ ബി പേ ചെയ്യുന്നത് ക്യാഷ് ആയിരിക്കാം അല്ലെങ്കിൽ കൈൻഡ് ആയിരിക്കാം. ഇൻ കേസ് അയാളുടെ ഭൂമി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചറിസ്റ്റ് മീൻ ആൻ ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹൂ അണ്ടർടേക്സ് cultivation of land by own labor, by the labor of family or by servant of wages payable in cash or kind. ഓക്കെ, അതാണ് അഗ്രികൾച്ചറിസ്റ്റിൻ്റെ കേസ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ബിസിനസ്. ഈ ബിസിനസ്സിൽ നമ്മൾ ഈ GSTൻ്റെ കേസിൽ എന്തൊക്കെ പറയുന്നുണ്ട്? വൊക്കേഷനും പ്രൊഫഷനും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റത്താണ് നോക്കിയിട്ടുള്ളത്. എനി ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ, വൊക്കേഷൻ, അഡ്വാൻറ്റേജ്, any other similar activity whether it is for financial benefit. ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്ന ട്രേഡോ കൊമേഴ്സോ മാനുഫാക്ചറോ പ്രൊഫഷനോ വൊക്കേഷനോ അഡ്വാൻറ്റേജോ എന്തും ആയിക്കോട്ടെ, അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അതായത് ഇയാൾ എന്തല്ല സപ്ലൈ ചെയ്യുന്ന ആളൊന്നുമല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് സപ്ലൈ ചെയ്യുന്നതൊന്നുമല്ല ജോലി. പക്ഷേ ഇയാൾ വളരെ യാദൃശ്ചികമായിട്ട്
ഒരു ട്രാൻസാക്ഷനിൽ എന്ത് ചെയ്യാണ്, ഇൻവോൾവ് ആവുകയാണ്. അപ്പോൾ അതാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. Casual taxable person mean a person who occasionally undertakes transaction involving supply of goods or services or both in the course of furtherance of business, whether as principal, agent or in any other capacity in a state or union territory where he has no fixed place of business. ഇയാൾക്ക് അങ്ങനെ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ സർവീസ് അങ്ങനെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇയാൾ ഒക്കേഷൻ വളരെ യാദൃശ്ചികമായിട്ട് ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവണം. അപ്പോൾ അതിനെയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് കോമ്പോസിറ്റ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ composite supply means supply made by taxable person to a recipient consisting of two or more taxable supplies of goods or services or both or any combination thereof which are naturally bundled and supplied in conjunction with each other in the ordinary course of business, one which is principal supply. അതായത് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഇതിൽ ടാക്സബിൾ പേഴ്സണും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു റെസിപ്പിയൻറ്റും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ രണ്ടോ അതിൽ കൂടുതലോ ടാക്സബിൾ സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടായിരിക്കും. അത് മേ ബി കോമ്പിനേഷൻ ആയിട്ടായിരിക്കാം. അതുപോലെ തന്നെ അതൊരു ബണ്ടിലാണ് സപ്ലൈഡ് ഇൻ കൺജക്ഷൻ വിത്ത്. ഇതിന് ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കൂലേ. ഈ മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ ഫോണും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചാർജർ ഉണ്ടായിരിക്കും, ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടായിരിക്കും. അതാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അതാണ് കോമ്പോസിറ്റ് സപ്ലൈയുടെ കേസിലൊരു എക്സാമ്പിൾ പറയാനുള്ളത്. ഓക്കെ, എനിക്ക് കറക്റ്റ് അങ്ങ് പറഞ്ഞു തരാൻ അറിയില്ല. ഓക്കെ, സോറി. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് പറയുമ്പോൾ ഗുഡ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ, അതായത് നിർത്താണ്ട് കണ്ടിന്യൂ ആയിട്ട് സപ്ലൈ ചെയ്യാമെന്നല്ല. മേ ബി അങ്ങനെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ മാസത്തിൽ ഫസ്റ്റത്തെ എല്ലാ മാസം 1-ാം തീയതി അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു പ്രത്യേക തീയതി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, മേ ബി എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു ദിവസമായിരിക്കാം, അല്ലെങ്കിൽ മന്ത്ലി ഒരു ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഇയർലി ഒരു ദിവസമായിരിക്കാം, ആനുവലി ഒരു ദിവസമായിരിക്കാം. പക്ഷെ അതൊക്കെ ഫിക്സഡ് ഡേറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇത് 2025 ഈ 2025 മെയ് 10-നാണ് അത് സപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം മെയ് 10 തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വർഷം മെയ് 10-നായിരിക്കണം, അതിൻ്റെ മുന്നത്തെ വർഷം മെയ് 10-നായിരിക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. ഇനിയിപ്പോൾ വീക്കിലി ആണെങ്കിൽ ഈ ബുധനാഴ്ചയാണെങ്കിൽ അടുത്ത ആഴ്ചയും ബുധനാഴ്ച ആയിരിക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അതാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. സർവീസിൻ്റെ കേസും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, continuous supply of goods means supply of goods which is provided or agreed to be provided continuously or recurrent basis under a contract, whether by means of wire, cable, pipeline or other, and for which the supplier invoices the recipient on a regular period basis and includes supply of such goods as the government may subject to subject condition. അതായത് നമ്മളിപ്പോൾ പൈപ്പ് ലൈനിലൂടെ വെള്ളമൊക്കെ വരൂലേ, അതായത് ജലനിധിയൊക്കെ വീക്കിലി ഒരു ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ. അതുപോലെ തന്നെ വയറ്, കേബിളൊക്കെ കണ്ടിന്യൂസ് ആയിട്ടല്ലേ. അതൊക്കെയാണ് ഈ കണ്ടിന്യൂ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂ സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിലും അതുപോലെ തന്നെ. കണ്ടിന്യൂ സപ്ലൈ ഓഫ് സർവീസ് മീൻസ് സപ്ലൈ ഓഫ് സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഓർ agreed to be provided continuously or on recurrent basis under a contract for a period exceeding 3 months with the periodic payment obligations and includes supply of such services as the government may subject to such conditions as it may notification specify. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എക്സംപ്റ്റഡ് സപ്ലൈ. എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ടാത്ത സപ്ലൈ, അതാണ് എക്സംപ്റ്റഡ് സപ്ലൈ. നോൺ ടാക്സബിൾ സപ്ലൈ എന്നൊക്കെ പറയും. ഓക്കെ, അതായത് എക്സംപ്റ്റഡ് സപ്ലൈ മീൻസ് സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വിച്ച് അട്രാക്ട് നിൽ റേറ്റ് ഓഫ് ടാക്സ് ഓർ വിച്ച് മേ ബി ഹോളി എക്സെപ്റ്റ് ഫ്രം ടാക്സ് അണ്ടർ സെക്ഷൻ 11 under section 66 of the Integrated Goods and Service Act and includes non-taxable supply. അപ്പോൾ ഇത്തരത്തിലുള്ള സപ്ലൈക്ക് എന്തടക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അതായത് ഇപ്പോൾ നമ്മൾ ഈ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള പ്രൊഡക്റ്റിന് ചിലപ്പോൾ ടാക്സ് ഉണ്ടാവില്ല, ടാക്സ് റേറ്റ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ എന്ത് വരുന്നത്, എക്സംപ്റ്റഡ് സപ്ലൈ ആവുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഗുഡ്സ്.
ഗുഡ്സ് എന്താണെന്ന് വെച്ചാൽ ഗുഡ്സ് റിഫേഴ്സ് ടു ഓൾ ടൈപ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് ആക്ഷനബിൾ ക്ലെയിം, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ദി ലാൻഡ് ദാറ്റ് ആർ അഗ്രീഡ് ടു ബി സെർവ്ഡ് ബിഫോർ സപ്ലൈ അണ്ടർ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. അതായത് ഗുഡ്സ് എന്ന് പറയുമ്പോൾ മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, ആക്ഷനബിൾ ആയിരിക്കണം, ക്ലെയിം, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ്, അതൊക്കെയാണ് ഗുഡ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ ഇൻപുട്ട് ടാക്സ് എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചർ അടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കൊടുക്കേണ്ട ഒരു ടാക്സ് ഉണ്ടല്ലോ, അതാണത്. ഇൻപുട്ട് ടാക്സ് മീൻ ദ സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് ഓർ യൂണിയൻ ടെറിട്ടറി ടാക്സ് ചാർജ്ഡ് ഓൺ എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് മെയ്ഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ ആൻഡ് ഇൻക്ലൂഡ്. ഓക്കെ, അതാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മിക്സ്ഡ് സപ്ലൈ ഓഫ് ടാക്സ്. ഈ മിക്സ്ഡ് സപ്ലൈ ഓഫ് ടാക്സ് ആണ് നമ്മുടെ ഈ മൊബൈൽ ഫോണിനൊക്കെ എക്സാമ്പിൾ കേട്ടോ. അതായത് മിക്സ്ഡ് സപ്ലൈ മീൻസ് 2 or more individual supplies of goods or services or any combination thereof made in conjunction with each other by a taxable person for a single price where such supply does not constitute composite supply. അതായത് സിംഗിൾ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണ്. ഈ കോമ്പോസിറ്റ് സപ്ലൈയിൽ മൊബൈൽ ഫോൺ അല്ല കേട്ടോ, അതിന് നമുക്ക് ഒരു ഡോക്ടറും പേഷ്യൻറ്റും പറയാം. ഈ മിക്സഡ് സപ്ലൈയിലാണ് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ കേസ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാർജർ ഉണ്ടായിരിക്കും, ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും, മേ ബി ഫോണിൻ്റെ കേസ് ഉണ്ടായിരിക്കാം, പിന്നെ സ്ക്രീൻ കാർഡ് ഉണ്ടായിരിക്കും, അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ ഇതിനൊന്നും നമ്മൾ സെപ്പറേറ്റ് പ്രൈസ് അല്ല കൊടുക്കുന്നത്. 15,000 രൂപയുടെ ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ 15,000 രൂപയ്ക്ക് ഈ പറഞ്ഞ ഐറ്റം മുഴുവനും കിട്ടും, ഈ ഫോണും നമുക്ക് കിട്ടും. ഓക്കെ, എല്ലതും കിട്ടിയില്ലെങ്കിലും ചിലതൊക്കെ കിട്ടും. എന്താ, ചാർജറും ഹെഡ്സെറ്റ് എന്തായാലും കിട്ടും, ബാക്കിയൊക്കെ കിട്ടുന്ന ഓരോ ലെക്ക പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷെ ഇതിന് നമ്മൾ പേ ചെയ്യുന്നത് സിംഗിൾ പ്രൈസാണ്, അല്ലാണ്ട് മൊബൈൽ ഫോണിനൊരു പ്രൈസ്, ചാർജറിനൊരു പ്രൈസ്, ഹെഡ്സെറ്റിനൊരു പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് പ്രൈസ് അല്ല അവിടെ ചാർജ് ചെയ്യുന്നത്, ഒരൊറ്റ സിംഗിൾ പ്രൈസാണ് കൊടുക്കുന്നത്. അതാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ സപ്ലൈ മീൻസ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് ദ predominant element of composite supply and to which any other supply forming part of that composite supply is ancillary. പിന്നെ റെസിപ്പിയൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ റെസിപ്പിയൻ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് മീൻസ് വേർ എ കൺസിഡറേഷൻ ഈസ് പേയബിൾ ഫോർ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ദ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ദ കൺസിഡറേഷൻ. അതായത് ടാക്സ് അടയ്ക്കാൻ ആരാണോ ലയബിൾ ആയിട്ടുള്ളത് അയാളാണ് നമുക്ക് എന്ത് പറയാം, റെസിപ്പിയൻറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ അവിടെ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വേർ ഈസ് നോ കൺസിഡറേഷൻ ഈസ് വേബിൾ ഫോർ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ദ പേഴ്സൺ ടു ഹൂം ദി ഗുഡ്സ് ആർ ഡെലിവേർഡ് ഓർ മെയ്ഡ് അവൈലബിൾ. അതായത് ആരുടെ കയ്യിലാണോ നമ്മൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഡെലിവറി ചെയ്യുന്നത് അയാളെ നമുക്ക് എന്ത് പറയാം, റെസിപ്പിയൻ്റ് ആയിട്ട് പറയാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സർവീസ്. Service means anything other than goods, money and security but includes activities relating to the use of money or its conversion by cash or by any other mode, one form currency or denomination to another form currency or denomination for which a separate consideration is charged. അതായത് ഗുഡ്സും പണവും സെക്യൂരിറ്റി അല്ലാത്ത എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം, സർവീസായിട്ട് പറയാം. ഓക്കെ, സപ്ലയർ എന്ന് പറയുമ്പോൾ സപ്ലയർ ഇൻ റിലേഷൻ ടു എനി ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഷാൾ മീൻ ദ പേഴ്സൺ സപ്ലൈയിങ് ദ സെറ്റ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഷാൾ ആൻഡ് ഇൻക്ലൂഡ് ആൻ ഏജൻറ്റ് ആക്ടിങ് ആസ് സച്ച് ബിഹാഫ് ഓഫ് സപ്ലയർ ഇൻ റിലേഷൻ ടു ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് സപ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ്റെ കേസിൽ പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഇനി ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം. PDF ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം, വേണ്ടവരൊന്ന് ചെക്കൗട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു GST നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു ചാപ്റ്ററാണ്, നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.